ഇന്നത്തെ വീഡിയോ ഒരു വിളക്ക് കഴുകുന്നതിൻ്റെയാണ് കേട്ടോ. ഒരുപാട് കറ പിടിച്ച ഒരു വിളക്കാണിത്. അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴുകാൻ പറ്റുന്നില്ല. കുറച്ച് വലിയ വിളക്കൊക്കെ ആകുമ്പം നമുക്ക് എപ്പോഴും അങ്ങനെ എടുത്ത് കഴുകാനൊന്നും ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് വരുമ്പോഴത്തേക്കും ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണ് ഇതാ ഇപ്പോൾ ഈ വിളക്കൊക്കെ കഴുകാനെടുത്തത്. വിളക്ക് മാത്രമല്ല, ഒരുപാട് ഉണ്ട് കേട്ടോ. പൂജാമുറിയിൽ വേറെ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി അമർത്തി കഴുകാൻ എനിക്ക് കൈവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടത്. ഒരു ലിക്വിഡ് ഉണ്ട്, അത് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി, നന്നായി വെളുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അത് കണ്ടിട്ടാണ് കേട്ടോ ഞാനും മേടിച്ചത് ഈ സാധനം. പക്ഷേ മേടിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത്. വളരെ ഉപകാരം കേട്ടോ. തേച്ച് കഴുകിയൊന്നും വേണ്ട. സാധാരണ ഞാൻ പുളിയൊക്കെ ഇട്ട് തേച്ച് വെച്ച് കഴുകിയെടുക്കലാന്ന്. അത് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഈ കൈവേദന, ഷോൾഡർ പെയിനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ ഇതുപോലെയുള്ള പാത്രങ്ങളില്ലവർക്ക് അറിയാം അത് കഴുകുന്ന ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ് ഇത് കഴുകി കഴിയുമ്പോൾ ഉള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലേക്ക് ഒഴിച്ച് വെറുതെ ഞാൻ ഈ ഒരു പുതിയൊരു ടൂത്ത് ബ്രഷാണ് കേട്ടോ. അതെടുത്ത് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവനും എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലക്ഷ്മി വിളക്കിൽ നമ്മൾ നെയ്യിട്ടിട്ടാണ് കേട്ടോ കത്തിക്കാറ്. മറ്റേതൊക്കെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടും. ഇത് ഞാൻ ഓണം വിഷു സമയത്താണ് സാധാരണ കത്തിക്കുക. അല്ലാതെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം വരുമ്പോഴും. കാരണം ഈ കഴുകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് നല്ല വെയിറ്റും ഉണ്ട് ഇതിന്. ഈ വിളക്കിന് കുറച്ച് വെയിറ്റ് കുറവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എടുത്ത് കഴുകാനും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് മുഴുവനായി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് കുറച്ചായിട്ട്. എന്നിട്ട് ഒരു ബ്രഷോ എന്തെങ്കിലും വെച്ച് എല്ലാ സ്ഥലത്തും ഇതൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ശക്തിയിലൊന്നും തേക്കുന്നില്ല ഞാനിപ്പോൾ. ഇതൊന്നും എല്ലാം തേച്ച് വെക്കാം. തേച്ച് വെച്ചതിന് ശേഷം കഴുകുമ്പോൾ നമ്മൾക്ക് ആ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഈ വിളക്ക് കഴുകുന്നതെന്ന് വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇതിൽ നല്ല എന്തെങ്കിലും ലിക്വിഡോ എന്തെങ്കിലും പൗഡറോ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണേ കേട്ടോ. കൈ കൊണ്ട് ശക്തിയിൽ കഴുകാൻ പറ്റുന്ന ആവരുത്. അങ്ങനെ പുളിയൊക്കെ ഇട്ട് നല്ല ശക്തിയിൽ കഴുകിയാൽ നല്ല കളറ് വരുന്നുണ്ട്. അത് പറ്റുന്നവർക്ക്. എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിതാ എല്ലാ സ്ഥലത്തും ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും ഈ സ്ഥലത്തില്ലേ ഓരോ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇതുപോലെ അതിനൊക്കെയാണ് ഇതുപോലെ കറ പിടിക്കുന്നുള്ളത്. അതിലൊക്കെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഞാൻ ശക്തിയിലൊന്നും അല്ല കേട്ടോ തേച്ച് കൊടുക്കുന്നുള്ളത്, മെല്ലെയാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ കളറ് വരുന്നത് ഇതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായി ഞാനിത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചില ആൾക്കാർ വിചാരിക്കും ഇത് പ്രൊമോഷൻ വീഡിയോ ആണ്. അതൊന്നും അല്ല കേട്ടോ. ഞാൻ ഈ സാധനം വാങ്ങിച്ചതുകൊണ്ട് അപ്പോൾ വേണ്ടുന്നവർക്ക് അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ഇട്ടതാണ്, അത്രയേ ഉള്ളൂ. സാധാരണ ഞാൻ പുളി വെള്ളത്തിൽ ഈ വിളക്കൊക്കെ ഒന്ന് കുതിർത്ത് വെക്കും ബക്കറ്റിലിട്ടിട്ട്. അങ്ങനെയായി പിറ്റേ ദിവസമാണ് കേട്ടോ കഴുകാറ്. അതും കുറച്ച് നന്നായി തന്നെ തേച്ച് കഴുകി കൊടുക്കണം, എന്നാൽ മാത്രമേ നല്ല കളറ് വരുന്നില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ മെല്ലെ ഒന്നും തയ്ച്ച് കൊടുത്താലൊന്നും കളറ് വരുന്നില്ല. പിന്നെ ഈ ഓടി വിളക്കുണ്ടല്ലോ, നമ്മൾ ചിലർ ഇതിനെ സ്വർണ്ണത്തിൽ മുക്കി വെക്കാറുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? 1 ഗ്രാം സ്വർണ്ണത്തിൽ മുക്കി നമ്മൾ എടുക്കാറുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ എപ്പോഴും നല്ല കളർ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചാൽ എങ്ങനെയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കത്തിക്കാറില്ല, അതുപോലെ സൂക്ഷിക്കാറാണ്. കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ശരിക്കും സ്വർണ്ണത്തിൻ്റെ വിളക്ക് പോലെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് പോളിഷ് ചെയ്താൽ നല്ല കളറ് വരും. അതും ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും ചെയ്യാറില്ല കേട്ടോ. അത് ചെയ്താൽ നല്ല കളറ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കഴുകിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യുന്നുള്ളത് ഒന്ന് പറയണേ. അപ്പം അത് എളുപ്പത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടി ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഞാനിത് എല്ലാത്തിനും തന്നെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടോ ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടി നമ്മളിത് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കണം. വെറുതെ അത് അവിടെ മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതുപോലെ ഞാനിത് എല്ലാ സ്ഥലത്തും ഒന്ന് ഇതുപോലെ ഉരച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നായി കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ലക്ഷ്മി വിളക്കും പിന്നെ 1-2 വിളക്കും പിന്നെ പൂജാമുറിയിലെ ഒരു വിഗ്രഹം എല്ലാം കൂടി ഞാൻ ഒരു ദിവസം തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും സമയം കൊണ്ട് എനിക്ക് ഇത് മുഴുവനായും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഞാൻ എല്ലാ സ്ഥലത്തും അത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിയെടുക്കുന്നുണ്ട്. നന്നായി തന്നെ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ ഇത് വെറുതെ ഒന്ന് തേച്ച് കൊടുത്തതേ ഉള്ളൂ. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പൂജാമുറിയിലെ ഒരു വിഗ്രഹമാണ് കേട്ടോ. ഇതും നന്നായിട്ട് കളറ് പോയിട്ടൊക്കെ ഉണ്ട്. ഇനി ഇത് ഞാനൊന്ന് കഴുകി കാണിച്ചു തരാം. ഇതിന് ഞാൻ ഇതേപോലെ ഒരു ബ്രഷിലേക്ക് ഇട്ട്
ഇതിന് തേച്ച് കൊടുക്കാം. ഇത് കുറച്ച് അങ്ങനെ ചെറിയ ചെറിയ ഡിസൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് വെച്ച് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഇതുകൂടാതെ ഞാൻ നിലവിളക്കും പിന്നെ നമ്മുടെ ചങ്ങലവട്ട എന്ന് പറയും ഞങ്ങളിവിടെയൊക്കെ, നിങ്ങളങ്ങനെ പറയുന്ന അറിയില്ല. ഞാൻ കാണിച്ചു തരാം. അവസാനം ഞാൻ കഴുകിയത് എത്ര എണ്ണം ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടി എനിക്ക് 1 മണിക്കൂർ കൊണ്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല എനിക്ക് അത്രയൊന്നും ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ, കഴുകാനൊന്നും. അത് എളുപ്പമായി തോന്നി, മെല്ലെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു യൂട്യൂബിൽ ഒരാൾ ഇട്ട വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. അപ്പം എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് തന്നെ. അവരന്ന് കാണിച്ചപ്പോൾ ഞാൻ കരുതിയിട്ടില്ല ഇത്രയും നല്ലൊരു സാധനമായിരിക്കും. സാധാരണ ചില വീഡിയോസ് ഇടാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ കരുതിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇത് വാങ്ങി ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് അറിയുന്നത്. ഇപ്പോൾ ഇതാ ഈ വിളക്കൊക്കെ നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ, നന്നായി തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടോ, ഈ വിഗ്രഹം എന്ത് നന്നായി വെളുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇത് കൂടാതെ നിലവിളക്ക്, കിണ്ടി, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചങ്ങലവട്ട എന്ന് പറഞ്ഞത്. ആ സാധനം എല്ലാം കൂടി ഇതാ കഴുകിയിട്ടുണ്ട്, ഒരുപാട് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചും കൂടി ഉണ്ട്. ആ ബാക്കിൽ കാണുന്ന സാധനമൊക്കെ ഉണ്ട്, അതുകൂടി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് കഴുകിയപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. ഇനിയിപ്പോൾ ഇതൊക്കെ കഴുകിയെടുക്കാം. അല്ലെങ്കിൽ ഇത് അഴുക്ക് പിടിക്കുമ്പോൾ നമുക്കൊരു പ്രയാസമാണ്. കൈവേദനയൊക്കെ ഉള്ളതുകൊണ്ട് കഴുകാനും തുടങ്ങാൻ തന്നെ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. പിന്നെ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞില്ല, ഇതിന് 300 രൂപയാണ് കേട്ടോ വില. ഇത് ഞാൻ പ്രോഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.